ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ PCOD എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്, ഞാൻ അനുഭവിച്ച സ്ട്രഗിൾസ്, ഇപ്പം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ PCOD എനിക്ക് ഞാൻ ആദ്യം മനസ്സിലാക്കിയത് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ എനിക്ക് PCOD എന്താണെന്ന് പോലും അറിയില്ല. PCOD എന്തൊരു രോഗമാണോ, അത് എന്താ സംഭവം ഒന്നും അറിയില്ല. ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. 9ാം ക്ലാസ്സിൽ വയറുവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് എന്നെ. അത് ഓവർ വയറുവേദന വന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അപ്പം അപ്പോഴാണ് അറിയണത് PCOD ആണെന്ന്. PCOD അപ്പോൾ എന്താണ് എന്നറിയാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. അന്ന് അഡ്മിറ്റ് ആക്കി, പിന്നെ ഡിസ്ചാർജ് ചെയ്തു, പിന്നെ വീട്ടിൽ വന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ പുറകെ പിന്നെ പോകാൻ നിന്നിട്ടില്ല. പിന്നീട് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പം ഞാനത് വീട്ടിലൊന്നും അങ്ങനെ പറയാൻ നിന്നില്ല. നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നമാണല്ലോ, അത് പറയാനൊരു മടി. അപ്പത്തെ കാലമാണല്ലോ, നമുക്ക് പീരീഡ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ആൺകുട്ടികളോട് പോലും പറയാൻ കൊള്ളില്ല, അങ്ങനത്തെ രീതിയിൽ നടക്കുന്നതുകൊണ്ട് ഞാൻ വീട്ടിലും എനിക്ക് അത് വയ്യാതാകുമ്പോൾ വീട്ടിൽ പറയാൻ മടിയാണ്. ഇതും ഞാൻ ആരോടും ഷെയർ ഒന്നും ചെയ്തില്ല. കുറേ നാൾ കഴിഞ്ഞ് എൻ്റെ ഒരു 19ാമത്തെ വയസ്സിലാണ് പിന്നീട് ബ്ലീഡിങ് കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടാണ്. പിന്നെയാണ് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവണേ. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് കുറേ സെർച്ച് ചെയ്തു. അപ്പോഴാണ് മനസ്സിലാവണേ കുറച്ച് ഡേഞ്ചർ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വന്ധ്യതയ്ക്ക് വരെ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് PCOD എന്ന് മനസ്സിലായത്. പിന്നീട് ഞാൻ ഡോക്ടർമാരെയൊക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പം തുടങ്ങി ഞാൻ ചികിത്സ എടുക്കുക. ചികിത്സ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ കുറേ മിസ്റ്റേക്കുകളുണ്ട്. അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നീട് അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരോടും ഞാനിത് ഷെയർ ചെയ്യണം. അതായത് ഞാൻ ആ സമയത്ത് ഇത് സീരിയസ് ആക്കി എടുക്കാതെ ഡോക്ടറെ കാണിച്ചാലും നേരമായിട്ടൊന്ന് ഗുളിക കഴിക്കാതെ അങ്ങനെയൊക്കെ കൊണ്ടുപോയി ഫുഡിലൊക്കെ ശ്രദ്ധിക്കാൻ പറയും ഡോക്ടർ. അതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ കൊണ്ടുപോയി. ഇപ്പോഴും ഞാൻ PCOD അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും എൻ്റെ PCOD എനിക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇപ്പോഴും PCOD ഉണ്ട്. ഇപ്പം അപ്പം ഞാൻ പറയാം. അപ്പം എൻ്റെ ഒരു 19ാമത്തെ വയസ്സിൽ വെച്ച് പിന്നെ ഞാൻ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്താണ് സംഭവം എന്നുള്ള കാര്യം. പിന്നീട് ഡോക്ടറെ കണ്ടു. ഹോർമോൺ ടാബ്ലറ്റ് ആണ് എനിക്ക് ആദ്യമായിട്ടല്ല, ആ സമയത്ത് ഡോക്ടർ എഴുതി തന്നത്. അന്ന് തൊട്ടാണ് എനിക്ക് ശരിക്കും ഓർമ്മയുള്ളത് കേട്ടോ. അതിന് മുമ്പുള്ള ഞാൻ അനുഭവിച്ചതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓർത്ത് വെച്ചിട്ടില്ല. ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഈ വയസ്സ് തൊട്ടിട്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് ഓർമ്മയുള്ള ദിവസം. അപ്പം ലാസ്റ്റ് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ എനിക്ക് നോവലോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോർമോൺ ടാബ്ലറ്റ് ആണ് തന്നത്. ഹോർമോൺ ടാബ്ലറ്റ് ഹോർമോൺ ടാബ്ലറ്റ് തന്നിട്ട് ഞാനത് കഴിച്ചു. 3 മാസം ഞാൻ കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ ബ്ലീഡിങ്, എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതായത് എനിക്ക് ഓവർ ബ്ലീഡിങ് ആണ്. ബ്ലീഡിങ് അതായത് നമുക്ക് സാധാരണ പീരീഡ്സ് തുടങ്ങുന്ന പോലെ തുടങ്ങി കഴിഞ്ഞാൽ പീരീഡ്സ് നിൽക്കില്ല. അതിപ്പോൾ 1 മാസം കണ്ടിന്യൂസ് ആണെങ്കിൽ 1 മാസം കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ 1 മാസം വെച്ചുകൊണ്ടിരുന്ന ദിവസങ്ങൾ ഇതുണ്ട്. പിന്നെ ഒട്ടും പറ്റാണ്ടാകുമ്പോൾ, അതായത് പാഡ് വെച്ച് അലർജിക്ക് ആകുമ്പോഴാണ് പിന്നീട് എനിക്ക് ബോധോദയം ഉണ്ടാവുകയാണ്. പിന്നെ ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിക്കും. പിന്നെ പിന്നെ അങ്ങനെയാണ് ഞാൻ കൊണ്ട് കാണിക്കണത്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നോവലോൺ ടാബ്ലറ്റ് നോവലോൺ ടാബ്ലറ്റ് തന്നു. അത് ഞാൻ കഴിച്ചു. 3 മാസം കണ്ടിന്യൂസ് കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് കുറവ് കിട്ടി. അപ്പോൾ കുറവ് കിട്ടിയപ്പോൾ ഞാനത് ഏകദേശം ഒരു 3 മാസം കഴിച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള 3 മാസത്തേക്ക് എനിക്ക് ഓക്കെ ആയി. 4 ദിവസം കറക്റ്റ് പീരീഡ്സ് ആവുന്നു. പെയിനൊന്നും അധികമില്ല. നേരമായിട്ടിനെ അങ്ങനെ പോകുന്നു. അപ്പം നോവലോൺ എന്ന് പറഞ്ഞ ടാബ്ലറ്റാണ്. 21 ഡേയ്സിൻ്റെ ഒരു ടാബ്ലറ്റാണ്. അത് ആരും മേടിച്ച് കഴിക്കാനൊന്നും പോകരുത്. ഞാനിപ്പോൾ എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്, ഞാൻ അനുഭവിച്ചതും പിന്നീട് ഞാൻ കഴിച്ച ബെനിഫിറ്റും അങ്ങനെയുള്ളത് ഞാൻ ഷെയർ ചെയ്യണമെന്നുള്ളൂ. ആരും മേടിച്ച് കഴിക്കരുത്. പിന്നീട് ഇത് കുറവായപ്പോൾ എനിക്കൊരു മനസ്സിന് തന്നെ ഒരു ധൈര്യം, ഇനിയിപ്പോൾ അത് കഴിച്ചിട്ട് മാറുകയാണ്, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അത് തന്നെ കഴിക്കാം എന്നുള്ളൊരു മൈൻഡ് വന്നു. പിന്നെ ഡോക്ടറെ കാണാണ്ട് ഡോക്ടർ എഴുതി തന്ന പഴയ പ്രിസ്ക്രിപ്ഷനും വെച്ച് ഞാൻ ഫാർമസിയിൽ പോയി ഗുളിക മേടിക്കും, അത് കഴിക്കും. പിന്നീട് 3 മാസം പിന്നെ ശരിയോ. അങ്ങനെ ഞാനൊരു കൊല്ലത്തോളം ഞാൻ ഡോക്ടറെ കാണാതെ തന്നെ ഞാൻ മരുന്ന് ടാബ്ലറ്റ് മേടിച്ച് കഴിച്ചു. അപ്പോൾ പിന്നീട് എനിക്ക് പേടിയായി തുടങ്ങി. ഇനിയിപ്പോൾ ആ ടാബ്ലറ്റ് കഴിച്ച് ക്യാൻസറോ മറ്റോ വരുമോ എന്നുള്ളൊരു ടെൻഷനിൽ ഞാൻ പിന്നെ ഡോക്ടറെ വീണ്ടും കൊണ്ട്
കാണിച്ചു. അപ്പോൾ ഡോക്ടർ നിറയെ വഴക്ക് കേട്ടോട്ടെ എനിക്ക്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്നാമത് ഹോർമോൺ ടാബ്ലറ്റ് ആണ് നമ്മൾ കഴിക്കണതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഞാൻ പരിധി വീട്ടിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി കഴിക്കരുത്, ഡോക്ടർ എന്നെ പറഞ്ഞ് പേടിപ്പിച്ച് ഉള്ളതാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ക്യാൻസറൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ആരും പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ ഒന്നും പോയി മേടിച്ച് കഴിക്കരുത് കേട്ടോ. പിന്നീട് എനിക്ക് ശരീരത്തിൽ ബ്ലഡ് ഇല്ലാണ്ടായി തുടങ്ങി. ശരീരത്തിൽ ബ്ലഡ് ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റണില്ല. ഉറങ്ങാൻ പറ്റിച്ച് കാലിൻ്റെ ഇടയിൽ ഇങ്ങനെ തരിക്കും. അത് ഒരു പ്രത്യേക തരം ഇതാണ്. അത് ബ്ലഡ് ഇല്ലാണ്ടായിട്ടാണ് എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടത്. പിന്നെ ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല. അത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കാലിൻ്റെ അടിയൊക്കെ തരിക്കുക, ഉറക്കം കിട്ടാണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആലോചിച്ചത് ഡിപ്രഷനിലേക്ക് പോവുക, ആലോചിച്ച് കൂട്ടുക, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നം. രോമ വളർച്ച, മുഖത്തൊക്കെ രോമിപ്പം കാണില്ല, മുഖത്തൊക്കെ രോമ വളർച്ച, അനാവശ്യമായിട്ട് രോമ വളർച്ച. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗത്തൊക്കെ രോമം വളരുക. അത് സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് മീശടി അടിയിടുന്ന ആവശ്യമില്ല. അപ്പോൾ അവിടെയൊക്കെ രോമം വളരുക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കുറേ അനുഭവിച്ചു. പിന്നീട് ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നത് നിർത്തി. ഇപ്പം സ്റ്റിൽ ഞാൻ 2 മാസം മുമ്പാണ് പോയിട്ട് ടെസ്റ്റ് ചെയ്തപ്പം ഡോക്ടർ ഇതുപോലെ തന്നെ ഹോർമോൺ ടാബ്ലറ്റ് ചെയ്തപ്പോൾ ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു ഞാൻ കുറച്ച് ഓവറായിട്ട് ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിത് കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല. ഡോക്ടർ ഹോർമോൺ ടാബ്ലറ്റ് വെട്ടി ഇനി കഴിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ബ്ലഡ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് നമുക്കൊരു 12 വേണം. എനിക്ക് 8 or 9 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ ബ്ലഡ് ഉണ്ടാവാനുള്ള ടാബ്ലറ്റും അങ്ങനെയുള്ള കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ എഴുതി തന്നു. ഇപ്പോൾ പക്ഷെ എന്നാലും ഞാൻ കഴിച്ചിട്ടില്ല ബ്ലഡ് ഉണ്ടാവാൻ ടാബ്ലറ്റ് കഴിച്ചു. എനിക്ക് ഗുളിക കഴിക്കാൻ ഭയങ്കര മടിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അന്ന് എനിക്ക് പീരീഡ്സിൻ്റെ ഒക്കെ റെഡി ആവുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് വാരി കഴിച്ചതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോഴും ഡോക്ടറിൽ നിന്ന് ടാബ്ലറ്റ് ഒന്നും കഴിച്ചിട്ടില്ല. നിങ്ങളങ്ങനെ ചെയ്യരുത്, ഡോക്ടർ തന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കഴിക്കുക. ഞാൻ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഗുളിക കഴിക്കാൻ പേടിയിട്ടാണ്. ഓവറായിട്ട് ഗുളിക കഴിച്ച് പ്രശ്നമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കഴിക്കാത്തത്. അപ്പം ഞാൻ ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഭക്ഷണ ജീവിത ശൈലികളൊക്കെ ഒന്ന് മാറ്റി. അതായത് ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കുക, അതത് കഴിക്കാൻ പാടില്ലാത്തത് അധികം കഴിക്കുക. അത് വറുത്തതും പൊരിച്ചതും ചിക്കനൊക്കെ ഓവറായിട്ട് കഴിക്കുന്നത് നിർത്തി. അതിന് മുമ്പ് അൽഫാം കുഴിമന്തിയൊക്കെ തിന്നുന്ന കുറച്ച് ഇതുണ്ടായിരുന്നു, അതൊക്കെ കുറച്ചു. പിന്നെ നടക്കാൻ പോവും, വ്യായാമം ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെ കൊണ്ട് ഇപ്പോൾ ഒരു കുറവുണ്ട്. പിന്നെ അതുമല്ല, ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ കറുവപ്പട്ട വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഹോർമോണിൻ്റെ ഇതിൽ ചെറിയ മാറ്റം വരുമെന്ന് കണ്ടിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്ന്. അത് നിങ്ങളാരും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ഞാൻ എന്നാലും അത് ട്രൈ ചെയ്തു. 1 മാസത്തോളം കണ്ടിന്യൂസ് ഞാൻ കുടിച്ചു. അതിനുശേഷമുള്ള ഈ കഴിഞ്ഞ 2 മാസത്തോളം എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അത് കുടിച്ചുകൊണ്ടാണോ എന്നൊന്നും ഞാൻ പറയില്ല. അത് കുടിക്കാൻ നിങ്ങൾ ആരും ഞാൻ പ്രോത്സാഹിക്കില്ല. എനിക്ക് അറിയില്ലാത്ത കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ചെയ്യരുത് ഞാൻ പ്രത്യേകം പറയണത്. എൻ്റെ വാക്കായിട്ട് ഞാൻ ഡോക്ടറോ ഇതല്ലല്ലോ, അതുകൊണ്ട് എൻ്റെ വാക്കായിട്ട് ആരും ഒന്നും ചെയ്യരുത്. ഞാനിപ്പോൾ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പം ഞാൻ ആ വെള്ളം കുടിച്ചിട്ട് എനിക്കിപ്പോൾ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു. അതായത് ആ വെള്ളം കുടിച്ചിട്ടാന്നല്ല ഞാൻ പറയണേ, എനിക്ക് ഈ 2 മാസമായിട്ട് കറക്റ്റ് 4 ദിവസമാണ് എനിക്ക് പീരീഡ്സ് വരുന്നത്. ടാബ്ലറ്റ് ഒന്നും കഴിക്കാണ്ടാണ് കേട്ടോ ഞാൻ പറയണത്. ഡോക്ടറെ തന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് പേടിയായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ കറക്റ്റ് 4 ദിവസം എനിക്ക് പീരീഡ്സ് വന്നുള്ളൂ. ഓവർ പെയിൻ ഉണ്ടായിരുന്നില്ല, നോർമൽ പെയിൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നോർമലി ആവുന്ന പോലെ തന്നെ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബ്ലഡൊക്കെ ഭയങ്കര കട്ടായിട്ട് പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പാഡൊക്കെ വെക്കുമ്പോൾ നമുക്ക് അറിയാം, ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് അത്. അതിൻ്റെയൊക്കെ കുറേ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് പോകണം. പിന്നെ ഇങ്ങനെയുള്ള എപ്പിസോഡുള്ളവരായിരുന്നു ആരും ടെൻഷൻ അടിക്കരുത്. ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് എക്സസൈസ്, വ്യായാമം ചെയ്യാൻ നന്നായി വെള്ളം കുടിക്കുക. പിന്നെ ഈ വറുത്ത പൊരിച്ച് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒഴിവാക്കുക. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നൊരു 3-4 മാസമായിട്ടുണ്ടാവും ഷുഗർ ഒഴിവാക്കി. ഞാൻ ഷുഗർ ഡയറ്റാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ മാറ്റം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇത് മാത്രമല്ല പറയണേ, ഷുഗർ ഞാൻ കംപ്ലീറ്റ് ഒഴിവാക്കി. മധുരമുള്ള ഒന്നും കഴിക്കില്ല. ചായ കട്ടനാണ്. ചായ അങ്ങനെ ശീലമൊന്നുമില്ല, കുടിക്കാൻ തോന്നുകയാണെങ്കിൽ തന്നെ ഞാൻ കട്ടനെ കുടിക്കുള്ളൂ. അപ്പം ഷുഗർ ഒഴിവാക്കി. അതന്നെ വലിയൊരു മാറ്റം ശരീരത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന്ന് കുറവ് വരുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. എപ്പിസോഡുള്ളവർ വെച്ചുകൊണ്ടിരിക്കരുത്, ഡോക്ടറെ കാണണം, കറക്റ്റായിട്ട് ഡോക്ടർ പറയുന്ന പോലെ ചെയ്യണം.
അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യരുത്. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണത്. എനിക്ക് പണ്ടേ മാറേണ്ടതാണ്. ഞാൻ 9th തൊട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷെ ഞാൻ വെച്ചോണ്ടിരുന്നിട്ടാണ് ഇപ്പോഴും ഞാനത് സ്റ്റിൽ അതിനെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം 2 മാസമായിട്ടുള്ളൂ എനിക്കൊരു ശമനം വന്നിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒട്ടുമിക്ക പെൺകുട്ടികളിൽ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, മണ്ടത്തരങ്ങളും ചെയ്യാതിരിക്കുക എന്നെ പോലെ. അപ്പം നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കഴിക്കേണ്ട സാധനങ്ങൾ മാത്രം കഴിക്കുക. കൂടുതലും പയറ് വർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ കഴിക്കുക. അപ്പോൾ കുറച്ച് ഇതൊക്കെ മാറ്റം വരും, എന്തായാലും മാറ്റം വരും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വ്യായാമമാണ് ഏറ്റവും വലിയ മാറ്റം നമുക്ക് കൊണ്ടുവരിക ശരീരത്തിൽ. നന്നായി വ്യായാമം ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.